തുടങ്ങട്ടെ. താങ്ക് യു. പറഞ്ഞു അയ്യോ എന്താ പറയും, മിണ്ടായിരിക്കണില്ല, എന്തെങ്കിലുമൊക്കെ പറ. ഹായ്, വെൽക്കം ടു എഡ്യൂലൂം പോഡ്കാസ്റ്റ്. ജോമി, ഇൻഡസ്ട്രിയിലെ ഏറ്റവും മെയിൻ ക്വസ്റ്റ്യൻ, അതായത് ERP ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണോ എക്സ്പെൻസ് ആണോ? വളരെ കോമൺ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ എല്ലാവരും എന്താ പറയുക, ഒരു ഡിസിഷൻ്റെ സമയത്ത് എത്തുമ്പോൾ നോക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ഓഫ് കോഴ്സ് ഇത് ഒരു എക്സ്പെൻസ് അല്ല, ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നമ്മളിത് ഒരു ERP ആരുടെ അടുത്തുനിന്ന് പർച്ചേസ് ചെയ്യണു എന്നതിനെ ബേസ് ചെയ്തിട്ടിരിക്കും ഇൻവെസ്റ്റ്മെൻ്റ് ആണോ എക്സ്പെൻസ് ആണോ എന്ന് ഇരിക്കുന്നത്. അതായത് ആ സർവീസ് പ്രൊവൈഡർ ശരിയല്ല എന്നുണ്ടെങ്കിൽ എക്സ്പെൻസ് കൂടിക്കൊണ്ടിരിക്കും. യെസ്, നമ്മൾക്ക് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഓൾമോസ്റ്റ് ഒരു 10 years ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൻ്റെ ബേസിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു പുതിയ ക്ലയൻറ്റിനെ കണ്ടെത്തുന്നതിനേക്കാൾ ഉപരി മെയിൻറ്റെയിൻ ചെയ്യാനാണ്, ഉള്ള ക്ലയൻറ്റിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ഒരു ആസ് എ കമ്പനി നമുക്ക് എക്സ്പെൻസ് നിൽക്കുന്നത്. ക്ലയൻറ്റിനെ അത്രയും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു ERP പ്രൊവൈഡർ ആകാൻ പറ്റുള്ളൂ. അതായത് ഇത് ഒരു സർവീസ് അല്ലെങ്കിൽ ആ ഒരു സെയിൽ എന്ന് പറയുന്ന ഫാക്ടർ എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. എല്ലാ ദിവസവും നമ്മൾ അതുപോലെ സർവീസ് കൊടുക്കേണ്ടി വരും. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ഓർഗനൈസേഷന് വേണ്ടത് ഒരു ഉത്തരമാണ്, അവരുടെ ഒരു പെയിൻ പോയിന്റിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഉത്തരമാണ് നമുക്ക്. അവരുടെ ഒരു ERP നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു കോമൺ കാര്യമാണ്. ഒരു ERP എന്ന് പറയുന്നത് ഒരു ഡെയിലി ഓപ്പറേഷൻസിനെ കുറെ കൂടി സ്മൂത്ത് ആക്കുക, കുറെ കൂടി ബെറ്റർ പ്രൊഡക്ടിവിറ്റി ആക്കുക എന്നുള്ളതാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എജുലൂം പ്രോ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവർക്ക് എന്താണ് അവിടെ ഒരു റോൾ ഉള്ളത്? എന്തായിരിക്കും അത്? ശരിക്കും ഒരു എജുലൂം പ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ A to Z കാര്യങ്ങൾ, അത് സ്റ്റാർട്ട് ചെയ്യുന്നത് അഡ്മിഷൻ തൊട്ട്, അഡ്മിഷൻ, അക്കാഡമിക്, HR, ഫിനാൻസ്, ഇപ്പോൾ ഒരു ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ എക്സാം സെല്ല്, ഇതുപോലെയുള്ള A to Z കാര്യങ്ങൾ. ഇനി അവരുടെ അക്രഡിറ്റേഷൻ ലെവലിൽ പോകുന്ന കാര്യങ്ങൾ, ഇപ്പോൾ NAC, ISO അതുപോലെയുള്ള അക്രഡിറ്റേഷൻ ലെവലിൽ പോകുന്നതിന് വേണ്ടിയുള്ള അസിസ്റ്റൻസ് പോലും സിസ്റ്റത്തിൽ നിന്ന് കിട്ടുന്ന രീതി. അതായത് ഇതൊരു വൺ സ്റ്റോപ്പ് സൊല്യൂഷനാണ്. ഇത് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു എജുലൂം പ്രോയിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു സിസ്റ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യം ഇല്ല എന്ന് പറയുന്നത് ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് വരും. മെയിനായിട്ട് ERPs പറയുന്നത് പേപ്പർ വർക്ക് കുറയ്ക്കുക എന്നുള്ളതാണ്. സോ ഇവിടെ ആക്ച്വലി പേപ്പർ വർക്ക്സിനേക്കാൾ ഉപരി ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഫ്യൂച്ചറിസ്റ്റിക്, കാരണം ഇപ്പോൾ ഒരു ഓട്ടോണമസ് കോളേജസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഫ്യൂച്ചർ ഭയങ്കര കാരണം വാല്യൂ ഉള്ളൊരു സംഭവമാണ്. അതെ, ഇപ്പോൾ ഒരു കാര്യം നടക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ അടുത്ത് തന്നെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഓട്ടോണമസ് ആകാൻ എല്ലാം എന്ത് കാര്യം ഓട്ടോണമസ് ആവാണ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ഓട്ടോണമസ് ആവാണ്. അവിടെ നമുക്ക് ഇപ്പോൾ പലരും ERPs എടുക്കുന്നുണ്ടാവും. ERP എടുത്തിട്ട് അതിനെല്ലാം സപ്പോർട്ടിംഗ് ആയിട്ട് പല പല ചെറിയ സോഫ്റ്റ്വെയർസും വീണ്ടും എടുക്കേണ്ടി വരും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എക്സാം മാനേജ് ചെയ്യാൻ വേണ്ടി ഒരു സിസ്റ്റം ഉണ്ടോ, അപ്പോൾ ഒരു സിംഗിൾ സ്റ്റോപ്പ് സൊല്യൂഷൻ ആവുന്നില്ല പലപ്പോഴും. ഇല്ല, ഇപ്പോൾ ഒരു പർച്ചേസ് നടക്കുന്നു, ഇപ്പോൾ ഒരു എക്സാം സെൽ മാനേജ്മെന്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് നടക്കുന്നു, അല്ലെങ്കിൽ ഒരു LMS പർച്ചേസ് ചെയ്തു. അതിൻ്റെ അകത്ത് പലപ്പോഴും എന്തുണ്ടാവില്ല, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ജനറേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നമ്മുടെ കേസിൽ അതുപോലെയല്ല. ഇപ്പോൾ ചിലപ്പോൾ ഇത് രണ്ടും ഉള്ളൊരു ആളുകൾക്ക് ചിലപ്പോൾ എന്തുണ്ടാവില്ല, ആ ഒരു സൊല്യൂഷനിൽ ചിലപ്പോൾ ബയോമെട്രിക് സിസ്റ്റം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഓട്ടോമേഷൻ പേപ്പർ വാല്യുവേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ചിലപ്പോൾ ഉണ്ടാവില്ല. സോ ERP എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ എന്നാണ് പറയാറ്. എന്നാൽ ഏറ്റവും കൂടുതൽ ഫെയിലിയർ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ നേരത്തെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോലെ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് എക്സ്പെൻസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് ആയിട്ട് അത് മാറുന്നത് അതൊരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ അല്ലാതെ ആകുമ്പോഴാണ്. പലപ്പോഴും ഒരു ERP ഫെയിലിയർ ആകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലയൻറ്റിന് ആ ഒരു അവരുടെ പെയിൻ പോയിന്റ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോഴാണ്. ഇപ്പോൾ അവരുടെ ഒരു ERP ഉണ്ട്, കുറച്ച് കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നുണ്ട്, പക്ഷെ അവരുടെ എല്ലാ പെയിൻ പോയിന്റ്സും ക്ലിയർ ആവുന്നില്ല, കവർ ആവുന്നില്ല എന്ന് പറയുന്ന കേസ്. ഇപ്പോൾ ഒരു ഓട്ടോണമസ് കോളേജ് മാനേജ്മെന്റിന് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓട്ടോണമസ് കോളേജിന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു എക്സാം സെൽ മാനേജ്മെന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ അവിടെ ഒരു LMS മാനേജ്മെന്റ് ഉണ്ടാവും. പക്ഷെ അവിടെ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ ചിലപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനു വേണ്ടി വേറൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യും. വേറൊരു പ്രൊഡക്റ്റ്, വേറൊരു കമ്പനി, വേറൊരു സർവീസ് പ്രൊവൈഡർ, അങ്ങനെയൊക്കെ പോവുകയാണ്. അപ്പൊ അവിടെ ഒരു ക്ലാഷ് വരാനുള്ള സാധ്യതകൾ കൂടുകയാണ്. പക്ഷെ നേരെ മറിച്ച് ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നടന്നു പോവുകയാണെങ്കിൽ അതൊരു ബെസ്റ്റ് സൊല്യൂഷനാണ് നമ്മളെ സംബന്ധിച്ച്. അപ്പൊ എന്ത് പറ്റും, ക്ലയന്റ് അത്രയും നല്ലതായിട്ട്
സാറ്റിസ്ഫൈഡ് ആവും. കാണുന്നുണ്ടെങ്കിലും ഒരു സിംഗിൾ പ്രൊഡക്റ്റ് ഒരു സിംഗിൾ കമ്പനിയെ ഫോക്കസ് ചെയ്ത് ഇവർ കാണുന്നുണ്ടെങ്കിൽ കുറെ കൂടി ആ കസ്റ്റമറിന് അറിയാൻ പറ്റും. യെസ്, അതാണ്. അതായത് അവരുടെ പെയിൻ പോയിന്റ്സിനെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്ന് പറയുന്ന ഒരു കാര്യം പറഞ്ഞത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു പലപ്പോഴും നമ്മുടെ അടുത്ത് ചോദ്യങ്ങൾ വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ് ERP കോസ്റ്റ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കസ്റ്റമൈസേഷൻ ആണ് നടക്കുന്നത്. ഞാൻ ആക്ച്വലി ചോദിക്കാൻ വന്നൊരു ചോദ്യമാണ്. അതായത് ഒരു കോസ്റ്റ് എന്ന് പറയുന്ന ഫാക്ടറിൽ ആർക്കും എന്താ ഒരു ERP എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റിന്റെ പർട്ടിക്കുലർ ഒരു കോസ്റ്റ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് അതിനെ കാണാൻ പറ്റുന്നില്ല. എങ്ങനെയാണ് ആ കോസ്റ്റ് വരുന്നത്? കാരണം മിക്കവാറും ആരും അത്രയും ടെക്നിക്കൽ അല്ല. അപ്പൊ ഇതിന്റെ ബാക്ക് എൻഡിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് അറിയാൻ പറ്റുന്നില്ല. സോ എങ്ങനെയാണ് അതിന്റെ ഒരു കോസ്റ്റ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഡിസ്കഷനാണ്. അതായത് ക്ലയന്റുമായിട്ട് ഇരുന്ന് അവരുടെ പെയിൻ പോയിന്റ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയുള്ള സൊല്യൂഷൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇതൊരു കസ്റ്റമൈസ്ഡ് സൊല്യൂഷൻ ആണ്. ഇപ്പോൾ 10 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ 100 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും. ഈ 100 ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പെയിൻ പോയിന്റ്സും ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ചില കാര്യങ്ങളെല്ലാം കോമൺ ആയിരിക്കും, പക്ഷെ എല്ലാവരും നടത്തുന്ന ആക്ടിവിറ്റി വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ അതാണ് എജ്യൂലും പ്രോ എന്ന് പറയുന്ന ERP അവിടെ സക്സസ് ആവാനുള്ള ഒരു കാര്യം. ഈ 10 years ആയിട്ടുള്ള ലെഗസി ഫോളോ ചെയ്യുന്നതും അത് തന്നെയാണ്. അതെ, ഇപ്പൊ എജ്യൂലും പ്രോവിന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് എന്താ പറയാ, എന്റെ എക്സ്പീരിയൻസ് അറിയാം. ഓൾമോസ്റ്റ് എല്ലാ എന്താ പറയുക കമ്പനീസും അല്ലെങ്കിൽ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നവർ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പോലും നമ്മളുടെ അടുത്ത് നിന്നും മാറി വേറൊരു പ്രൊഡക്റ്റിലേക്ക് പോയിട്ടില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന കാര്യം അത് തന്നെയാണ്. കഴിഞ്ഞ 10 വർഷമായിട്ടും നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു ക്ലയന്റ് നമ്മളിൽ നിന്ന് വിട്ടു പോകരുത്, അല്ലെങ്കിൽ നമ്മളെ പറ്റി ഒരു മോശം പറയരുത് എന്ന് പറയുന്ന അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് സാറ്റിസ്ഫൈഡ് ആക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കും. അവരുടെ പെയിൻ പോയിന്റ്സ് സോൾവ് ചെയ്യാൻ എപ്പോഴും മാക്സിമം നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. അത് എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ ജോമി ഈ ഒരു കോൺവെർസേഷൻ നമ്മളൊരു ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ ഒരു ക്ലോസിങ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഇൻവെസ്റ്റ്മെന്റ് ആണ്, അതിൽ സംശയമില്ല. നമ്മളിപ്പോൾ തുടങ്ങിയപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചെങ്കിലും ഒബ്വിയസ്ലി ഒരു ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെന്റ് ഫാക്ടർ എന്ന് പറയുമ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ 3 പോയിന്റ്സ് എന്തായിരിക്കും? ഒരു ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ള നിലയിൽ എന്തായിരിക്കും ജോമിക്ക് പറയാനുള്ളത്? ആദ്യമായിട്ട് വരുന്നത് അതൊരു 1 സ്റ്റോപ്പ് സൊല്യൂഷൻ ആയിരിക്കണം. ഓക്കെ. രണ്ടാമതായിട്ട് വരുന്നത് അവരുടെ സർവീസും ഡൊമൈൻ നോളജും പ്രധാനമാണ്. മൂന്നാമത്തെ കാര്യം ആ കമ്പനി ഫ്യൂച്ചറിസ്റ്റിക് ആയിരിക്കണം. ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് അവർ ഒരു എക്സ്റ്റാബ്ലിഷ് ചെയ്ത് പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാൻ ഒരു ഇൻഡസ്ട്രിയിലെ ചേഞ്ചസ് അനുസരിച്ചിട്ട് ഈ കമ്പനിയും ചേഞ്ച് ആവണം, ഗ്രോ ആവണം. യെസ് അത് കൊണ്ടുവരാൻ കേപ്പബിൾ ഉള്ള ആളുകളായിരിക്കണം. അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു കമ്പനി ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനകത്തേക്ക് എൻറോൾ ചെയ്തിട്ട്. അതെ, എന്നാൽ മാത്രമാണ് ആ ഒരു ERP മറ്റൊരു കമ്പനിക്ക് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് അതൊരു ബെസ്റ്റ് സൊല്യൂഷൻ ആവുന്നത് ആ ടൈമിലാണ്. ഓക്കെ. സോ ജോമി, ഐ തിങ്ക് ഒരുപാട് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആയിരുന്നു നമ്മളുടെ. അപ്പോൾ ഒരു 3 പോയിന്റ് ഇപ്പോൾ ജോമി പറഞ്ഞതിൽ ഞാൻ എൻ്റെ മനസ്സിലാക്കൽ ഞാൻ പറയാം ഫോർ ദി പീപ്പിൾ ഹു ആർ ലിസണിങ്. ഒന്ന്, ആ ഒരു പ്രൊഡക്റ്റ് ഒരു ക്ലീൻ പ്രൊഡക്റ്റ് ആയിരിക്കണം, ഒരു 1 സ്റ്റോപ്പ് സൊല്യൂഷൻ ആയിരിക്കണം, എല്ലാ കാര്യങ്ങളും അതിൽ കവർ ചെയ്യണം. സെക്കൻഡ്, ആ ഒരു പെർട്ടിക്കുലർ കമ്പനി അല്ലെങ്കിൽ ആ ഒരു ടീം അത് ഹാൻഡിൽ ചെയ്യുന്നവർക്ക് ആ ഡൊമൈൻ നോളേജ് വളരെയധികം പെർഫെക്റ്റ് ആയിരിക്കണം. അത് ഒരു സർവീസ് ബേസ്ഡ് കൂടി, അതായത് സെയിൽസ് പോലെ തന്നെ സർവീസും വളരെ ഒരു കോറായിട്ട് അവരുടെ പർപ്പസിൽ ഫോളോ ചെയ്യുന്ന ഒരു ടീമായിരിക്കണം, കമ്പനി ആയിരിക്കണം. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ആ കമ്പനി തന്നെ ഓവറോൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിരിക്കണം. എന്നാൽ മാത്രമാണ് ഇത് പർച്ചേസ് ചെയ്യുന്ന ഒരു കമ്പനിക്ക് ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിലേക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. Right? Okay. So guys, thank you so much. We'll come back with a new topic. Thank you.